ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഭഗവാൻ നാരായണൻ്റെ 10 അവതാരങ്ങളിൽ ആദ്യത്തെ അവതാരമാണ് മത്സ്യാവതാരം. നമ്മൾ വൈകുണ്ഠ ഏകാദശി സീരീസ് ചെയ്ത സമയത്ത് മത്സ്യദ്വാദശി എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് മത്സ്യാവതാരത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് മത്സ്യാവതാരം ഉണ്ടായത്, എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ, ഏത് സാഹചര്യത്തിലാണ് ഭഗവാന് അങ്ങനെ ഒരു രൂപം എടുക്കേണ്ടി വന്നത് എന്നൊക്കെ വിശദമായി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അത് കിടപ്പുണ്ട്, പോയി കാണണം. അടുത്ത അവതാരമാണ് കൂർമ്മ അവതാരം. അപ്പോൾ കൂർമ്മം എന്ന് വെച്ചാൽ അർത്ഥം ആമ എന്നാണ്. കൂർമ്മം ആമ. ഇനി എന്തുകൊണ്ടാണ് ഭഗവാന് അങ്ങനെ ഒരു അവതാരം എടുക്കേണ്ടി വന്നത് എന്നാണ് ഇന്നിവിടെ പറയുന്നത്. ഒരിക്കൽ ദുർവാസാവ് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന സമയത്ത് കാമദേവൻ ദുർവാസാവിന് അത്യധികം സുഗന്ധമുള്ള ഒരു മാല കൊടുക്കുകയാണ്. സൗഗന്ധിക പുഷ്പങ്ങളൊക്കെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു മാല, വൈജയന്തി മാല. ആ മാല കൊടുക്കുന്നു. ആ മാല ദുർവാസാവിന് സന്തോഷമായി കാമദേവൻ കൊടുത്തപ്പോൾ അതും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ദുർവാസാവ് വിചാരിക്കുകയാണ്, സന്യാസിയായ എനിക്ക് എന്തിനാണ് ഇത്രയും സുഗന്ധമുള്ള ഇത്രയും മനോഹരമായ ഈ മാല? അതുകൊണ്ട് ഇത് ഉത്തമരായ ആരെയെങ്കിലും കിട്ടുകയാണെങ്കിൽ കൊടുക്കാം. എന്തായാലും അങ്ങനെ ഒരാളെ എൻ്റെ കണ്ണിൽ പെടാതിരിക്കില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ദുർവാസാവ് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ യാത്രാമധ്യേ ഇതാ അദ്ദേഹത്തിനെതിരെ വരുന്നു ദേവ രാജാവായ സാക്ഷാൽ ഇന്ദ്രൻ. ഇന്ദ്രൻ എങ്ങനെയാണ് വരുന്നത്? തൻ്റെ ആനപ്പുറത്ത്, ഐരാവതത്തിൻ്റെ പുറത്ത് കയറിയാണ് വരുന്നത്. അങ്ങനെ ഐരാവതത്തിൻ്റെ പുറത്ത് കയറി ഇന്ദ്രൻ ഇങ്ങനെ വരുമ്പോൾ ദുർവാസാവ് വിചാരിക്കുകയാണ്, ഈ മാല ദേവേന്ദ്രന് കൊടുക്കാം. അങ്ങനെ ദുർവാസാവ് ഈ മാല ദേവേന്ദ്രന് കൊടുക്കുന്നു. ദേവേന്ദ്രൻ വളരെ സന്തോഷത്തോടു കൂടി ഈ മാല സ്വീകരിച്ചു. പക്ഷെ നമുക്കറിയാമല്ലേ, ദേവേന്ദ്രന് ഒരു സ്വല്പ അഹങ്കാരമൊക്കെ ഉണ്ട്. പുള്ളി എന്ത് ചെയ്തെന്നറിയാമോ? ഈ മാല ഐരാവതത്തിൻ്റെ കൊമ്പിൻ്റെ പുറത്തേക്ക് വെച്ചു. എന്തിനാണ്? കുറച്ച് കഴിഞ്ഞിട്ട് മുടിയൊക്കെ ചീകിക്കെട്ടി ഇതിൽ ചൂടാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അദ്ദേഹം അവിടോട്ട് വെച്ചത്. പക്ഷേ ഭയങ്കര സുഗന്ധമുള്ള മാലയാണ്. ആ സമയത്ത് എന്ത് ചെയ്തെന്നറിയാമോ? ഈ വണ്ടുകളും തേനീച്ചകളും ഒക്കെ വന്നിട്ട് ഇങ്ങനെ മൂളാൻ തുടങ്ങി. ഐരാവതമല്ലേ, ഐരാവതത്തിന് ഈ വണ്ടുകളുടെയൊക്കെ ശല്യം സഹിക്കാൻ വയ്യാതെ ഇതെടുത്ത്, ഈ മാല എടുത്ത് നിലത്തടിക്കുകയും ചവിട്ടുകയൊക്കെ ചെയ്തു. എന്നിട്ട് അപ്പോഴത്തേക്കും ഇന്ദ്രൻ വിചാരിച്ചു, സാരമില്ല, പോയെങ്കിൽ പോട്ടെ എന്ന് കരുതി ഇന്ദ്രന് മുമ്പോട്ടങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പം ദുർവാസാവ് വീണ്ടും ആ വഴി വന്നപ്പോൾ താൻ കൊടുത്ത മാല ദേ ഇവിടെ ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്നു എന്ന് മനസ്സിലാക്കിയ ദുർവാസാവ് ഭയങ്കര കോപിഷ്ഠനാണ്. അല്ലെങ്കിൽ തന്നെ ദുർവാസാവ് അല്ലേ, ദുർവാസാവ് ശപിക്കുകയാണ്. ദേവേന്ദ്രന് അതേപോലെ തന്നെ സകല ദേവന്മാർക്കും ജരാനരകൾ ബാധിക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങ് ശപിച്ചു. ദേവേന്ദ്രന് അങ്ങനെ ഒരു ശാപം കിട്ടിയാലുള്ള അവസ്ഥ ആലോചിച്ചേ. സ്വതവേ തന്നെ സൗന്ദര്യത്തിലുമൊക്കെ വളരെ ശ്രദ്ധാലുവായ, ഇങ്ങനെ ഒരു കാര്യത്തിൽ ഉത്തരവാദിത്തമില്ലാതെ ഇങ്ങനെ മതിച്ചും സുഖിച്ചും നടക്കുന്ന ഒരാളാണ് ദേവേന്ദ്രൻ. അപ്പോൾ ദേവേന്ദ്രനും കൂട്ടാളികൾക്കും ജരാനരകൾ ബാധിച്ചാലുണ്ടാകുന്ന അവസ്ഥയൊന്ന് മനസ്സിലാക്കിക്കോണം. അങ്ങനെ ഇവരുടെ ശക്തിയെല്ലാം ക്ഷയിച്ചു പോവുകയാണ്. അവരെല്ലാം അങ്ങ് വളരെ ഒരു വിഷമത്തിലായി. ഇങ്ങനെയൊക്കെ ഒരു ശാപം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർ സങ്കടം പറയാനായിട്ട് മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് എത്തുന്നു. അപ്പോൾ മഹാവിഷ്ണു പറയുകയാണ്, ഇതിന് ഒരൊറ്റ പരിഹാര മാർഗമേ ഉള്ളൂ. എന്താണ്? പാലാഴി കടയുക. പാലാഴി കടയുമ്പോൾ അതിനകത്തു നിന്നും ഒരുപാട് ദിവ്യമായ വസ്തുക്കൾ പുറത്തേക്ക് വരും. ആ കൂട്ടത്തിൽ അമൃതും വരും. ആ അമൃത് സേവിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ജരാനരകൾ ഉണ്ടാവുകയില്ല, അത് മാറുമെന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് പാലാഴി കടയേണ്ടത്? വലിയ കടലാണ്, പാൽക്കടലാണ്.
ഭഗവാന്റെ കടലാണ്. അതെങ്ങനെ കടയുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഭഗവാൻ തന്നെയാണ് പറയുന്നത്, മന്ദരപർവ്വതത്തെ മത്തായും വാസുകിയെ കയറായും എടുത്തിട്ട് പാലാഴി കടയാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അസുരന്മാരെയൊക്കെ വിളിക്കുന്ന കഥ നിങ്ങൾക്കറിയാം. അസുരന്മാരോട് പറയുന്നു, നിങ്ങളും വരൂ, ഞങ്ങളെ സഹായിക്കൂ എന്ന് പറയുന്നു. അപ്പോൾ അവർ പറയുന്നു, അമൃത് തന്നാലേ വരത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. പക്ഷേ അതിനൊന്നും ഇവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ അമൃത് നീ തട്ടിക്കൊണ്ട് പോകാം എന്ന ഒരു ഉദ്ദേശമൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് അസുരന്മാർ വരുന്നത്. ബുദ്ധിമാന്മാരായ ദേവന്മാർ വാസുകിയുടെ വാലെ പിടിക്കുകയും മണ്ടരായ അസുരന്മാർ തലഭാഗത്ത് പിടിക്കുകയൊക്കെ ചെയ്ത് പാലാഴി കടഞ്ഞതും അതിൽ നിന്നും ഒരുപാട് വസ്തുക്കൾ, ദിവ്യമായ അമൂല്യങ്ങളായ ഒരുപാട് വസ്തുക്കൾ പുറത്തേക്ക് വന്ന കഥയൊക്കെ നമുക്കറിയാം. അങ്ങനെ ഈ പാലാഴി കടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മന്ദരപർവ്വതം താഴേക്ക് ഇരുന്നു എന്നാണ് പറയുന്നത്. താഴേക്ക് ഇരുന്നപ്പോൾ പിന്നെ കടയാൻ പറ്റുന്നില്ല. ആ സമയത്താണ് ഭഗവാൻ നാരായണൻ കൂർമ്മ അവതാരം എടുക്കുന്നത്, ആമയുടെ രൂപം എടുക്കുന്നത്. അങ്ങനെ ആമയുടെ ഒരു പ്രത്യേകത എന്താണ്? പുറം തോടിന് ഭയങ്കര കട്ടിയാണല്ലേ. അങ്ങനെ ഈ മന്ദരപർവ്വതത്തിൻ്റെ അടിയിലേക്ക് പോയിട്ട് മന്ദരപർവ്വതത്തെ തൻ്റെ കട്ടിയുള്ള ആ പുറം തോട് കൊണ്ട് മുകളിലേക്ക് ഉയർത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ കൂർമ്മ അവതാരം എടുത്തത് എന്ന് പറയുന്നു. അങ്ങനെ താഴോട്ട് പോയ മന്ദരപർവ്വതത്തെ, താണുപോയ മന്ദരപർവ്വതത്തെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ കൂർമ്മ അവതാരം എടുത്തത്. അപ്പോൾ ഇതാണ് ഭഗവാന്റെ രണ്ടാമത്തെ അവതാരമായ കൂർമാവതാരം. ഇനി കൂർമാവതാരത്തിന് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലാണ് 2 ക്ഷേത്രങ്ങളുള്ളത്. അതിലൊന്ന് ശ്രീകാകുളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ശ്രീ കൂർമ്മ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്, ശ്രീകാകുളം എന്ന് പറയുന്ന സ്ഥലത്ത്. അത് വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. ശ്വേത മഹാരാജാവ് എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു, ശ്വേത മഹാരാജ് എന്ന് പറയുന്ന രാജാവ്. ആ രാജാവ് കഠിനമായ തപസ് ചെയ്തു മഹാവിഷ്ണുവിനെ. വിഷ്ണു ഭഗവാന്റെ വലിയ ഭക്തനായിരുന്നു. അന്നേരം ഭഗവാന് ഈ രാജൻ്റെ മുമ്പിൽ, ശ്വേത മഹാരാജൻ്റെ മുമ്പിൽ കൂർമാവതാരത്തിൽ പ്രത്യക്ഷപ്പെട്ടെന്നും ആ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്ന ഈ കൂർമ്മ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ആന്ധ്രയിലെ ശ്രീകാകുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. ബ്രഹ്മാവാണ് പ്രതിഷ്ഠ നടത്തിയതെന്നാണ് പറയുന്നത്. അതുപോലെ അതിൻ്റെ മുമ്പിൽ ഒരു വലിയ ഒരു പുണ്യ തടാകമുണ്ട്, ശ്വേത പുഷ്കരണി എന്നാണ് പറയുന്നത്. അവിടെ കുളിച്ച് കഴിഞ്ഞാൽ, സ്നാനം ചെയ്താൽ നമ്മുടെ പാപങ്ങളെല്ലാം നശിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അതാണ് ആന്ധ്രയിലുള്ള ശ്രീകാകുളത്തെ ശ്രീ കൂർമ്മ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. അതുപോലെ ആന്ധ്രയിൽ ചിറ്റൂർ എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട്. അവിടെയും ഒരു കൂർമ്മ ക്ഷേത്രമുണ്ട്, ശ്രീ കൂർമ്മ ഭരതരാജസ്വാമി ക്ഷേത്രം എന്നാണ് പറയുന്നത്. അതും വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. പിന്നീട് കർണാടക ചിത്രദുർഗയിലും ഒരു രംഗനാഥി സ്വാമി ക്ഷേത്രമുണ്ട്. അവിടെയും ഈ ഭഗവാന്റെ കൂർമാവതാരമാണ്. കേരളത്തിൽ കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഒരു ക്ഷേത്രമുണ്ടെന്ന് പറയുന്നു. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. ഇങ്ങനെ പറഞ്ഞ് കേട്ട അറിവാണ് എനിക്കുള്ളത്, കൃത്യമായി എനിക്കറിയില്ല. ഒരാൾ എന്നോട് പറഞ്ഞതാണ്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ. ക്ഷേത്രത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതിനെ പറ്റി ഒന്ന് പറയണം. എന്താണ് അവിടുത്തെ പ്രത്യേകതകൾ എന്നൊക്കെയൊന്നും പറഞ്ഞു തന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ രീതിയിലൊന്ന് പറയണമേ, കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കൂർമ്മ ക്ഷേത്രങ്ങൾ. ആന്ധ്രയിലുള്ള 2 ക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് ശ്രീകാകുളത്തും മറ്റേത് ചിറ്റൂരുമാണ്. പിന്നെ കർണാടകയിലാണ് മറ്റൊരെണ്ണമുള്ളത്, ചിത്രദുർഗ. അവിടെ ശ്രീഗവി രംഗനാഥസ്വാമി ക്ഷേത്രമാണ്. അപ്പം കൂർമാവതാരത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ്. അപ്പോൾ ഇതാണ് കൂർമാവതാരത്തിൻ്റെ കഥ. ഭഗവാന്റെ രണ്ടാമത്തെ അവതാരമാണ്. നമുക്ക് ഓരോ ദിവസം ഓരോ കഥകളായിട്ട് നോക്കാം. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുള്ളത്. അതുപോലെ ഞാൻ മഹാഭാരതത്തിൻ്റെ ഭീഷ്മരുടെ ജനനത്തെ പറ്റിയൊരു കഥ ഇട്ടിരുന്നു. കണ്ടില്ല ആരും. അതെന്താ കാണാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം നല്ല കഥയല്ലേ, ഭീഷ്മരുടെ ജനനം. അതിനുശേഷം ഭീഷ്മർ യുവരാജാവായി
പിന്നെ ബ്രഹ്മചാരിയാകുന്നു, രാജാവല്ലാതാകുന്നു. പിന്നീടാണ് അംബിക അംബാലികമാരെയൊക്കെ കൊണ്ടുവരുന്നത്. അങ്ങനെ അതിൽ നിന്നാണ് ഭീഷ്മർ മരണത്തിന് വരെ ആ ഭാഗമാണ് കാരണമാകുന്നത്, അതായത് ശിഖണ്ഡി. അപ്പോൾ ശിഖണ്ഡിയുടെ ഉത്ഭവം എങ്ങനെ വരുന്നു, പിന്നീടാണ് അവർക്കൊരു തലമുറകളില്ലാതെ വരുമ്പോഴാണ് ധൃതരാഷ്ട്ര, പാണ്ഡു, വിതുരരൊക്കെ ജനിക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ രസകരമായ കഥയാണ്. മഹാഭാരതത്തിൻ്റെ ബേസാണ്. എല്ലാവരും നമ്മളിതൊക്കെ അറിയണ്ടേ, നമ്മുടെ ഇതിഹാസങ്ങളാണല്ലോ രാമായണവും മഹാഭാരതവും ഒക്കെ. അപ്പോൾ പുസ്തകം വായിച്ച് നിങ്ങൾക്ക് ഒരു പുസ്തകം എടുത്ത് അതിരുന്ന് വായിച്ച് മനസ്സിലാക്കുന്നതിനെക്കാട്ടിൽ വളരെ എളുപ്പമാണല്ലോ ഒരു 10 മിനിറ്റ് ഒരു വീഡിയോ കണ്ടാൽ. എന്തായാലും ഞാനിതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണുക, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ കുറച്ച് പേര് കണ്ടു, എന്നിട്ട് അവർ നല്ല അഭിപ്രായം പറഞ്ഞു. അതെനിക്ക് വലിയ സന്തോഷമുണ്ടായി. കാരണം കുറച്ച് പേരെ കണ്ടുള്ളെങ്കിലും അവർക്കത് ഇഷ്ടപ്പെട്ടു, അവരത് മുമ്പോട്ട് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അടുത്ത ദിവസം അതിൻ്റെ വീഡിയോ ഇടാം. നോക്കട്ടെ, പറ്റുന്നെങ്കിൽ ഇന്ന് തന്നെ ഇടാം. അതിൻ്റെ ബാക്കി നല്ലതാണ്, താല്പര്യമുള്ളവരൊക്കെ അതുപോയത് കേൾക്കണം. അപ്പോൾ അതൊരു കണ്ടിന്യൂ ആയിട്ട് ഞാൻ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, അതല്ല താല്പര്യമില്ലെങ്കിൽ പോട്ടെ, സാരമില്ല. കുറേശ്ശെ ഞാൻ എന്തായാലും പറയാം, താല്പര്യമുള്ളവർക്ക് വേണ്ടി. അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ കഥ പറഞ്ഞാൽ മതിയോ, അതോ മറ്റെന്തെങ്കിലും സജഷൻസ് ഉണ്ടോ, അതൊക്കെ നിങ്ങൾ പറയണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് ഭൂരിപക്ഷം ആളുകളും പറയുന്നത്. കഥ പറയണമെന്ന് പറയുന്നുണ്ട്. അതെനിക്ക് വലിയ സന്തോഷമാണ്. കാരണം ഭഗവാന്റെ കഥകൾ പറയുന്നത് എനിക്ക് വലിയ സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പറയുന്നത്. നമ്മുടെ കലിയുഗത്തിൽ ഇങ്ങനെയുള്ള കഥകൾ പറയുന്നത് വലിയ പുണ്യമാണ്, കേൾക്കുന്നതോ അതിനേക്കാൾ പുണ്യമാണ്. നിങ്ങൾ ഈ കഥകൾ കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളത് മറ്റൊരാളോടുകൂടി പറഞ്ഞു കൊടുക്കണം. അപ്പോഴും നിങ്ങളുടെ മനസ്സിലത് ഹൃദിസ്ഥമാവുകയും ആ കേൾക്കുന്നതിൻ്റെ പുണ്യം അതുപോലെ തന്നെ പറയുന്നതിൻ്റെ പുണ്യവും നിങ്ങൾക്ക് കിട്ടും. കാരണം കലിയുഗത്തിലെ ഒരു വലിയ ഒരു കാര്യമാണ് ഭഗവാനെ പറ്റി പറയുക എന്നുള്ളത്. നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരികൃഷ്ണ.